നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സന്ധ്യാദീപം. സുന്ദരരൂപേ ഹനുമാന നീ കണ്ടായല്ലീ നിന്നിലും എന്നിലും ഉണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിലഭേദയായുള്ളൊരു ഭക്തി നാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെയൊഴിച്ചൊന്നിലുമൊരു നേരമാശയുമില്ലയല്ലോ നിർമ്മലനാത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. ഗംഗയും സിന്ധുവും ഒക്കെ ഭാരതവർഷത്തിൻ്റെ വിശാലമായ ഭൂഭാഗങ്ങളെ ഫലഭൂയിഷ്ടവും സുന്ദരവും ശീതളവുമാക്കുന്നത് പോലെ രാമായണവും ലോകത്തിൽ മുഴുവൻ വ്യാപിച്ച് ഗുണം ചെയ്യുന്നു. മഹാനദികൾ കൈവഴികളും പോഷക നദികളുമൊക്കെ ചേർന്ന് ലോകത്തിന് നന്മ ചെയ്യുന്നത് പോലെ രാമായണവും നന്മ ചെയ്യുന്നു. രാമായണം ലോകമെങ്ങും ഭാഷാന്തരങ്ങളിലും സ്വതന്ത്ര രാമകാവ്യങ്ങളിലൂടെയും നാടകരൂപങ്ങളിലൂടെയും ആഖ്യായികകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ ആദികവിയുടെ കാലം മുതൽ ഇന്ന് വരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിൽ സംസ്കൃതത്തിലും പ്രാദേശിക ഭാഷകളിലും എഴുതപ്പെട്ടിട്ടുള്ള രാമസാഹിത്യത്തിന് കണക്കില്ല. ഭാരതത്തിന് പുറത്തും രാമകഥയ്ക്കുള്ള പ്രചാരം കൂടുതലാണ്. ഭൂവനത്തെ മുഴുവൻ പാവനമാക്കുന്ന മഹാനദി തന്നെ രാമായണം. ഭാരതീയ ഋഷിമാരുടെ ആഹ്വാനം ജനമധ്യത്തിൽ എത്തിക്കുക എന്ന ആ ദൗത്യമാണ് രാമായണം നിർവഹിച്ചിരിക്കുന്നത്. ഈ പുണ്യദൗത്യം നിർവഹിക്കുന്ന രാമായണത്തിനും രാമായണ പ്രണേതാവായ ആദികവി വാൽമീകിക്കും ആദികവിയുടെ ആദർശ പുരുഷനായ ശ്രീരാമചന്ദ്രസ്വാമിക്കും സദാ പ്രണാമങ്ങൾ അർപ്പിക്കാം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. വിരിഞ്ചിർ ദീർഘായുർഭവതു ഭവതാ തത്പരശിര ചതുഷ്കം സംരക്ഷ്യം സഖലു ഭുവി ദൈന്യം ലിഖിതവാൻ വിചാര കോവാ മാം വിശദ കൃപയാ പാതി ശിവതേ കടാക്ഷ വ്യാപാരഃ സ്വയമപി ച ദീനാവനപരഃ വിരിഞ്ചിർ ദീർഘായുർഭവതു ഭവതാ തത്പരശിര ചതുഷ്കം സംരക്ഷ്യം സഖലു ഭുവി ദൈന്യം ലിഖിതവാൻ വിചാര കോവാ മാം
विशदकृपया पाति शिव ते कटाक्ष व्यापारः स्वयमपि च दीनावनपरः. അടുത്തതായി ശങ്കരാചാര്യരുടെ കൃതികൾ വ്യാഖ്യാനം ചെയ്യുന്ന ശങ്കരസ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യർ രചിച്ച ശിവാനന്ദലഹരിയിലെ 16-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ദേവന്മാരിൽ ആദിജാതനാണ് ബ്രഹ്മാവ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദീർഘായുസ്സും ബ്രഹ്മാവിന് തന്നെ. അങ്ങനെയുള്ള ബ്രഹ്മാവിൻ്റെ ശേഷിക്കുന്ന 4 ശിരസും സംരക്ഷിക്കേണ്ട കർത്തവ്യം ശ്രീ പരമേശ്വരനാണെന്ന് പ്രാർത്ഥിക്കുന്ന ശ്ലോകം സ്വാമിജി വ്യാഖ്യാനിക്കുന്നത് ഇപ്പോൾ കേൾക്കാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 15-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ ദുരാശാഭൂയിഷ്ഠവും ഭവധ്യാന വിമുഖവുമായ എൻ്റെ ശിരോലേഖത്തെ, വിധിലിപിയെ അങ്ങ് മായ്ക്കണമേ. അതങ്ങേക്ക് സാധിക്കും. തലയിലെഴുത്ത് മായ്ക്കാൻ സാധിക്കും. ആ തലയിലെഴുത്തുള്ള കാലത്തോളം എനിക്ക് ഭഗവാനെ ധ്യാനിക്കാൻ തോന്നില്ല. ദുഷിച്ച വിഷയങ്ങളിലേ ഞാൻ പ്രവർത്തിക്കൂ. അങ്ങനെ പാപഭാരങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക. അതുകൊണ്ട് ആ തലയിലെഴുത്ത് അങ്ങ് മായ്ക്കണം എന്ന് പറയുകയാണ്. തലയിലെഴുത്ത് മായ്ക്കാൻ ആർക്കും പറ്റില്ല എന്നാണെങ്കിൽ അങ്ങ് ബ്രഹ്മാവിൻ്റെ തല തന്നെ കൊയ്തെടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങേക്ക് നിശ്ചയമായും സാധിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ സൂചിതമായിട്ടുള്ളത് ശിവപുരാണ പ്രസിദ്ധമായ, അതുപോലെ ലിംഗപുരാണം തുടങ്ങിയവയിലൊക്കെ പ്രതിപാദിക്കുന്ന ഒരു കഥയാണ്. പരസ്പരം കലഹിക്കുന്ന ബ്രഹ്മാവിനും വിഷ്ണുവിനും മധ്യേ അത്ഭുതകരമായ തേജപുഞ്ചമായി ഭഗവാൻ പ്രകടമായി. അതിൻ്റെ ആദ്യന്തങ്ങൾ കണ്ടെത്തുന്നതിൽ ബ്രഹ്മാവും വിഷ്ണുവും പരാജയപ്പെടുന്നു. പക്ഷേ രജോഗുണപ്രധാനിയായ ബ്രഹ്മാവ് കേതകീ പുഷ്പത്തിൻ്റെ കള്ളസാക്ഷ്യത്തോടുകൂടെ താൻ ആ തേജപുഞ്ചത്തിൻ്റെ ഉപരിഭാഗം കണ്ടു എന്ന് സമർത്ഥിക്കുന്നു. ആ സമയത്താണ് രുദ്രമൂർത്തി പ്രകടമായി ബ്രഹ്മാവിൻ്റെ മുകളിലേക്കുള്ള ശിരസ് നുള്ളിക്കളയുന്നത്. വിഷ്ണുവിന് അനേക അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു, ബഹുപൂജ്യത്വം തുടങ്ങിയവ. ബ്രഹ്മാവിനാകട്ടെ അപൂജ്യത്വം തുടങ്ങിയ ശാപങ്ങളും നൽകി. അനന്തരം ബ്രഹ്മാവും വിഷ്ണുവും തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി ഭഗവാനെ സ്തുതിക്കുവാൻ ആരംഭിച്ചു. ആ സ്തുതിയിൽ സംപ്രീതനായി ആ അത്ഭുതകരമായ തേജപുഞ്ചം ചുരുങ്ങി വരികയും ലോകത്തിൻ്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കും വിധം അത്ഭുതകരമായി പ്രഥമ ശിവലിംഗമായി പരിണമിക്കുകയും ചെയ്തു. ഈ ഒരു ചരിതമാണ് പുരാണങ്ങളിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ആദ്യമായി ശിവലിംഗം പ്രകടമായ സന്ദർഭമാണത്രേ നമ്മൾ ശിവരാത്രിയായിട്ട് സമാചരിക്കുന്നത്. ഇവിടെ മറ്റൊരു ചരിതം അനുബന്ധമായി വേറെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ലഭിക്കും. ഒന്ന്, അന്ന് തൻ്റെ ചെറുവിരലിൻ്റെ അഗ്രത്തെ നഖം കൊണ്ട് ബ്രഹ്മാവിൻ്റെ ഏത് ശിരസാണോ താൻ നുള്ളി മാറ്റിയത് അത് ചെന്ന് വീണിടം ഹിമാലയത്തിൽ ബദ്രീനാഥത്തിൻ്റെ മുമ്പിൽ ബ്രഹ്മകപാലമാണെന്നാണ് ഒരു കഥ. മറ്റൊരു കഥ, ഈ ശിരസ് ശിവൻ്റെ കൈവിരലിൽ തന്നെ കുടുങ്ങി ഒഴിവാകുന്നില്ല. എവിടെ പോയാലും ഇത് ഒഴിവാകുമെന്ന് അന്വേഷിച്ച് ശിവൻ പല സ്ഥലത്ത് പോയി. അപ്പോഴാണ് ബദരീനാഥത്തിലെത്തിയപ്പോൾ അത് പോയത്. ആ സ്ഥലമാണ് ബ്രഹ്മകപാലം എന്ന് വേറെ കഥ. അത് ശൈവ വൈഷ്ണവാദി വിഭാഗക്കാർ തങ്ങളുടെ ഉപാസ്യ ദേവതയുടെ കേമത്വം പറയാൻ വേണ്ടി ഇങ്ങനെ പല കഥകളും പറയും.
പുരാണങ്ങളിലുടനീളം അങ്ങനത്തെ പല കഥകളും നമുക്ക് ലഭിക്കും. അതിൻ്റെ തത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഥയെ തള്ളിക്കളയണം. ഏതായാലും ഈയൊരു ചരിതത്തെയാണ് ഇവിടെ ഓർമ്മിക്കുന്നത്. ഹേ ഭഗവൻ, അവിടുത്തെ ചെറിയൊരു കൈവിരലിൻ്റെ അഗ്രഭാഗത്തെ നഖം കൊണ്ട് സാക്ഷാൽ ബ്രഹ്മാവിൻ്റെ ശിരസ് തന്നെ അങ്ങ് നുള്ളിക്കളഞ്ഞില്ലേ? എന്നിരിക്കെ ബ്രഹ്മാവ് എഴുതിയ ശിരോലിഖിതം മാറ്റാൻ അങ്ങേക്ക് വല്ല പണിയുണ്ടോ? അതുകൊണ്ട് എൻ്റെ ശിരോലിഖിതം ഒന്ന് മാറ്റിത്തരണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് 16-ാം ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുന്നു. വിരിഞ്ചിർദീർഘായുർഭവതു ഭവതാ തത്പരശിരശ്ചതുഷ്കം സംരക്ഷ്യം സഖലു ഭുവി ദൈന്യം ലിഖിതവാൻ വിചാരകോ വാമാം വിശദകൃപയാ പാതി ശിവതേ കടാക്ഷവ്യാപാര സ്വയമപി ച ദീനാവനപരഃ വിരിഞ്ചിർദീർഘായുർഭവതു ഭവതാ തത്പരശിരശ്ചതുഷ്കം സംരക്ഷ്യം സഖലു ഭുവി ദൈന്യം ലിഖിതവാൻ വിചാരകോ വാമാം വിശദകൃപയാ പാതി ശിവതേ കടാക്ഷവ്യാപാര സ്വയമപി ച ദീനാവനപരഃ വിരിഞ്ചിഹി ദീർഘായുർഭവതു. വിരിഞ്ചിഹി ബ്രഹ്മാവ് ദീർഘായുഹു ഭവതു, ദീർഘായുസായി ഇരിക്കട്ടെ. ബ്രഹ്മാവ് ദേവന്മാരിൽ പ്രഥമനായി സംഭവിച്ചു എന്നാണ് ശ്രുതി. അപ്പം ദേവപ്രഥമനാണ് ബ്രഹ്മാവ്. ആ ബ്രഹ്മാവിനാണ് സൃഷ്ടമായിരിക്കുന്ന ചരാചര പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയ ആയുസ്. ദീർഘായുസ് ബ്രഹ്മാവാണ്. അപ്പം ഇവിടെ പറയുകയാണ് ബ്രഹ്മാവ് ദീർഘായുസായി ഇരിക്കട്ടെ. ബ്രഹ്മാവ് ദീർഘായുസായി ഇരിക്കണം എന്നുള്ളത് നിൻ്റെ കർത്തവ്യമാണ്, അത് പരിപാലിക്കേണ്ടത്. അതാണ് പറയുന്നത് ഭവത തത് പരശിരശ്ചതുഷ്കം സംരക്ഷ്യം. ആ ബ്രഹ്മാവിൻ്റെ ശേഷിക്കുന്ന 4 തലകളെ സംരക്ഷിക്കേണ്ടത് നിൻ്റെ കർത്തവ്യമാണ്. എന്തുകൊണ്ട്? സഖലു ഭുവി ദൈന്യം ലിഖിതവാൻ. ഭൂമിയിൽ ദൈന്യത്തെ രേഖപ്പെടുത്തുന്നത് ബ്രഹ്മാവാണല്ലോ. ദീനതയെ മുഴുവൻ ശിരോലിഖിതമായി എഴുതുന്നത് ബ്രഹ്മാവാണല്ലോ. അതുകൊണ്ട് ആ ബ്രഹ്മാവിനെ സംരക്ഷിക്കേണ്ടത് നിൻ്റെ കർത്തവ്യമാണ്. അങ്ങനെ ദൈന്യമുള്ളത് കൊണ്ടാണല്ലോ ജനങ്ങൾ നിന്നെ ഭജിക്കുന്നത്. അല്ലെങ്കിൽ ആരാ ഭജിക്കുക? അതുകൊണ്ട് ബ്രഹ്മാവിനെ സംരക്ഷിക്കേണ്ടത് നിൻ്റെ കർത്തവ്യമാണെന്ന് പറയുക ചെയ്യുന്നത്. ആ ഭാഗം നമുക്ക് സൂക്ഷ്മമായി വിചാരം ചെയ്യാം. അടുത്ത പ്രാവശ്യമാവട്ടെ. ഇനി സനാതനധർമ്മം. പാപകർമ്മങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണമുണ്ടാക്കുന്നത്. സദ്ഗതിക്കായുള്ള യാത്രയിൽ നമ്മെ പിറകോട്ട് വലിക്കുന്നത് ഈ പാപകർമ്മങ്ങളാണ്. പാപങ്ങളെ നശിപ്പിക്കുന്നതാണ് ഭഗവാന്റെ പാദങ്ങളെക്കുറിച്ചുള്ള സ്മരണ എന്ന് ഭാഗവതം എടുത്തു പറയുന്നു. നിത്യജീവിതത്തിൽ ഭാഗവതത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് വിവരിക്കുകയാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പ്രണാമം. ഭാഗവതകഥ വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്നതൊരു വലിയ ഭാഗ്യമാണ്, ഭഗവത് അനുഗ്രഹമാണ് അത് എന്നുള്ള കാര്യം എല്ലാവരുടെയും ഓർമ്മയിൽ വേണം. അപസ്മൃതി കൃഷ്ണപാദാരവിന്ദയോ ക്ഷീണോത്യഭദ്രാണി ശമം ദനോതി ച സത്വസ്യ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനഞ്ച വിജ്ഞാനവിരാഗയുക്തം. കൃഷ്ണപാദാരവിന്ദയോ, കൃഷ്ണഭഗവാന്റെ പാദാരവിന്ദങ്ങളുടെ അപസ്മൃതി, മറവിയില്ലായ്മ. തനിക്ക് എല്ലാം ലഭിക്കുന്നത് ഭഗവത് അനുഗ്രഹത്തിലൂടെയാണ്. ഈ ജീവിതത്തിന് ഒരർത്ഥപൂർണത വരണമെന്നുണ്ടെങ്കിൽ ഭഗവത് അനുഗ്രഹം വേണം. ഈ ജീവിതം, ഈ ശരീരം ജനിച്ച് മരിച്ച് അതിൽ രാഗദ്വേഷാദികൾ കൊണ്ട് മലിനമാക്കപ്പെട്ട് അസ്വസ്ഥചിത്തരായി കഴിയുന്നതിലും ഉത്തമ ജീവിതമാണ് ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ മറവിയില്ലാതെ ഭജിക്കുക. അതാണ് പറഞ്ഞ അപസ്മൃതി, മറവിയില്ലായ്മ. ഭഗവാന്റെ പാദാരവിന്ദങ്ങളെക്കുറിച്ച് വിസ്മൃതി ഉണ്ടാകാതിരിക്കണം ഭാഗവതം ഗ്രഹിക്കുന്ന ഭക്തന്മാർക്ക്.
എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ വന്നു ചേരും. ആ സമയത്തായിരിക്കും ചിലപ്പം ഭാഗവതം കേട്ടതിൻ്റെ പ്രയോജനം ഉണ്ടാകുക. കൂടുതൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് കേട്ടുകൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളിടയ്ക്കും ഇത് ഗ്രഹിക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത് ഗ്രഹിക്കുന്നതിലൂടെ കിട്ടുന്ന ശാന്തി മറ്റൊന്നിലൂടെയും നമുക്ക് ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിൻ്റെ ഉറവിടം ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ വിസ്മരിക്കാതിരിക്കുകയാണെന്ന് ഭാഗവതം പറയുന്നു. മറവിയില്ലായ്മ ഉണ്ടാകാതിരിക്കുക, കൃഷ്ണപാതാരബിന്ദങ്ങളുടെ മറവിയില്ലാതിരിക്കുക. എപ്പോഴും ഭഗവാനെ മനസ്സിലിങ്ങനെ ഉറപ്പിച്ച് വെച്ചുകൊണ്ട് കർമ്മനിരതരായാൽ നിങ്ങൾക്ക് പാപമൊന്നും ഉണ്ടാകില്ല. പിന്നെയോ അഭദ്രാണി, പാവങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണത്തെ ഉണ്ടാക്കിത്തരുന്നത്. നമ്മളെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴും പുറകോട്ട് പിടിച്ചടിപ്പിക്കുന്ന ഏതാണ്? പാവങ്ങളാണ്. അതിന് മുന്നോട്ട് പോകാൻ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ സ്മരിച്ചുകൊണ്ട് പാപദ്രാണി, പാപങ്ങളെ ക്ഷീണോതി നശിപ്പിക്കുന്നു. പാപങ്ങളെ നശിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ഭഗവാന്റെ പാതാരബിന്ദങ്ങളുടെ സ്മരണ എന്ന് ഭാഗവതം എടുത്തു പറയുമ്പോൾ നിത്യജീവിതത്തിൽ അത് പ്രായോഗികമാക്കാൻ എല്ലാ ഭാഗവതപ്രിയരായിരിക്കുന്ന ഭക്തജനങ്ങൾക്കും സാധിക്കണം. നിരന്തരമായൊരു അഭ്യാസം, ഭഗവാനോടുള്ള ഒരു അഭിവാഞ്ച നമ്മുടെ ഉള്ളിലുണ്ടാക്കിയെടുക്കണം. നമുക്ക് ഭഗവാനെ ഒഴികെ മറ്റെന്തും ഈ ലോകത്ത് കൈവെടിയേണ്ടതാണ്. ഭഗവാൻ മാത്രമാണ് ശാശ്വതമായ ആശ്രയസ്ഥാനം. ബാക്കിയിരിക്കുന്ന പദവികളോ നമ്മുടെ ഗൃഹമോ നമ്മുടെ ധനമോ മറ്റ് സമ്പത്തുകളൊന്നും തന്നെ നമുക്ക് ഒരു ഗുണവും ചെയ്യാത്തതാണ്. ഈ ശരീരപരിത്യാഗത്തോടു കൂടി അതെല്ലാം പരിത്യജിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സമ്പാദിക്കുന്നതിനോടൊപ്പം തന്നെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ വിസ്മരിക്കാതിരുന്നു കൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കേണ്ടതാകുന്നു. എന്തുകൊണ്ട്? പാപങ്ങളെ നശിപ്പിക്കുന്നു ഭഗവാന്റെ പാതാരബിന്ദ സ്മരണ. പിന്നെയോ ശമം തനോതി, ആ ഭഗവാന്റെ പാതാരബിന്ദത്തെ സ്മരിക്കുന്നത് കൊണ്ട് എന്ത് കിട്ടുന്നു? ശമം തനോതി, ശാന്തിയെ ഉണ്ടാക്കുന്നു. വേറെ ഒന്നും ഞങ്ങൾ വിചാരിക്കേണ്ട. പാപങ്ങളെ നശിപ്പിക്കുന്നു, അതിനോടൊപ്പം നിൽക്കുന്നു, ശാന്തിയെ പ്രദാനം ചെയ്യുന്നു. ഏറ്റവും വലിയ ശാന്തി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടും. അല്ലാതെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ കോലാഹലമായിരിക്കുന്ന സ്ഥലത്ത് പോകുമ്പോഴോ മറ്റ് നല്ല വിലപിടിപ്പുള്ള വസ്ത്രധാരണത്തിലോ വണ്ടിയിലോ ഇരിക്കുമ്പോഴൊന്നുമല്ല അത് ലഭിക്കുന്നത്. ശാന്തി ലഭിക്കുന്നത് എപ്പോഴാണ്? ശാന്തി ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ സ്മരിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് ശാന്തി ലഭിക്കുന്നത്. പിന്നെയോ സത്വത്യശുദ്ധിയും, അന്ധക്കരണത്തിൻ്റെ ശുദ്ധിയും ഭഗവാന്റെ പാദസ്മരണ കൊണ്ടുണ്ടാകുന്നു. അപ്പോൾ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ സ്മരിക്കുന്നതിലൂടെ അന്ധക്കരണ ശുദ്ധി വരെ നമുക്ക് ആർജിക്കാൻ പറ്റും. അപ്പോൾ മനഃശുദ്ധിക്ക് എന്ത് വേണം? പാപങ്ങളെ നശിപ്പിക്കാൻ എന്ത് വേണം? ശാന്തിയെ ഉണ്ടാക്കാൻ എന്ത് വേണം? ഇങ്ങനെ വളരെയധികം ചിന്തിക്കേണ്ട ഒറ്റ കാര്യമില്ല. ഒറ്റ വാക്കാൽ ഭാഗവതം വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്താ? കൃഷ്ണപാദാരവിന്ദയോ, കൃഷ്ണഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ആര് സ്മരിക്കുന്നുവോ ആരോർക്കുന്നുവോ അവർക്ക് ഈ തരത്തിലുള്ള പാപങ്ങൾ നശിപ്പിക്കപ്പെടുന്നു, ശാന്തി ഉണ്ടാകുന്നു, അന്ധക്കരണത്തിൻ്റെ ശുദ്ധിയും ഉണ്ടാകുന്നു. പിന്നെന്താണ്? പരമാത്മഭക്തിയും. പരമാത്മാവിലുള്ള ഭക്തിയെയും ഈ പാതാരബിന്ദ സ്മരണയിലൂടെ പ്രകാശനം ചെയ്യുന്നു. വിജ്ഞാനവിരാഗയുക്താം ജ്ഞാനം ച, വിജ്ഞാനത്തോടും വൈരാഗ്യത്തോടും ചേർന്നിരിക്കുന്ന ജ്ഞാനത്തെയും തനോതി ജനിപ്പിക്കുന്നു. വിജ്ഞാനത്തെയും വൈരാഗ്യത്തോടും ചേർന്നിരിക്കുന്ന ജ്ഞാനത്തെയും കൃഷ്ണപാതാരബിന്ദങ്ങൾ ജനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ ആശ്രയിച്ചാൽ കിട്ടുന്ന എന്തെല്ലാം ഗുണങ്ങളാണ്, എന്തൊക്കെ ആർജിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഒരു സംഗ്രഹം ഈ ശ്ലോകത്തിൽ ഭാഗവതം 12 സ്കന്ധത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കൃഷ്ണഭഗവാന്റെ പാതാരബിന്ദങ്ങളെ നിരന്തരം സ്മരിക്കുക, പാപങ്ങളെ കഴുകിക്കളയുക, ശാന്തിയെ ഉണ്ടാക്കുക, അന്ധക്കരണത്തിൻ്റെ ശുദ്ധിയെ ഉണ്ടാക്കുന്നു. പിന്നെന്താ? പരമാത്മാവിലുള്ള ഭക്തിയെ ഉണ്ടാക്കുന്നു. പിന്നെ വിജ്ഞാനത്തെയും വൈരാഗ്യത്തെയും ചേർന്നിരിക്കുന്ന ജ്ഞാനത്തെയും ഉണ്ടാക്കുന്നു. ഏതാ? ഈ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിലുള്ള ഭക്തി. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഉണ്ടാക്കുന്ന ഈ ഭക്തിയെ ആരാണ് കൈവടിയുക?
സജ്ജനങ്ങൾ ആരെങ്കിലും കൈവെടിയോ? ആ ഭക്തിയെ ഉറപ്പിക്കുക. എല്ലാവർക്കും നമസ്കാരം. തുടർന്ന് ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. प्रभुं प्राणनाथं विभुं विश्वनाथं जगन्नाथनाथं सदानन्दभाजां भवाद्भव्यभूतेश्वरं भूतनाथं शिवं शङ्करं शम्भुमीशानमीडे प्रभु प्राणनाथं विभुं विश्वनाथं